ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. വീടിനകത്ത് ചെടികൾ വെക്കുന്ന പോലെ തന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഡ്രൈ ഫ്ലവേഴ്സ് വെക്കുന്നത്. ഓരോ സീസണിൽ നമുക്കിങ്ങനെ കിട്ടുന്നതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പാമ്പസ് ഗ്രാസ് കളക്ട് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ല ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇത് കാണാറുണ്ട്. പക്ഷേ ഇതുവരെ നമുക്കങ്ങനെ പോയിട്ട് ഇത് കളക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പുറത്തു പോയ സമയത്താണ് ഒരു സ്ഥലത്ത് ഈ ഒരു പാമ്പസ് ഗ്രാസ് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ നമ്മളവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അതിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു പാമ്പസ് ഗ്രാസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇങ്ങനെ നോക്കി വെക്കാറുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അന്നത് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇത് നല്ല പച്ചയായിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് സ്റ്റൈൽ ചെയ്യാനായിട്ട്. ഈ പാമ്പസ് ഗ്രാസിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലത്തെ ചെറിയ ഗ്രെയിൻസ് ഉണ്ടാവും, പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ഒക്കെ. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി അതൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിൻഡോ സൈഡിലായിട്ട് ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുമ്പൊക്കെ നമ്മൾ താമസിക്കുന്നതിൻ്റെ താഴെയായിട്ട് തന്നെ പറമ്പുകളിൽ ഈ ബജ്രയുടെയും മില്ലറ്റിൻ്റെ ഒക്കെ ചെടികൾ ഒരുപാട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുമായിരുന്നു. ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ വന്നപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ഇതേപോലെ ഞാൻ റോഡ് സൈഡിലോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കാറാണ്. ഇതുപോലെ കളക്ട് ചെയ്യണത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ കേട്ടോ ചെയ്യാറുള്ളത്. ഈ പാമ്പസ് ഗ്രാസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പോട്ട് വേണമായിരുന്നു. അപ്പോൾ ഇവിടെ മൺപാത്രങ്ങളും കൂജകളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ശരിക്കും ഒരു കൂജയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഹോളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു പോട്ടിലാണ് ഈ പാമ്പസ് ഗ്രാസ് വെക്കാനായിട്ട് പോണത്. ഈ പോട്ട് അവർ ഓൾറെഡി കളർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇതിൻ്റെ പകുതി ഭാഗത്തിന് ഒരു ടെക്സ്ചേർഡ് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാമ്പസ് ഗ്രാസ് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാലും ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് അതിൻ്റെ ചെറിയ പൂടകളും പൊള്ളൻ ഗ്രെയിൻസൊക്കെ പറന്നു പോകും. അപ്പോൾ നമ്മൾ വീടിനുള്ളിൽ വെക്കുന്ന സമയത്ത് കുട്ടികളും അല്ലെങ്കിൽ അലർജി ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹെയർ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഹെയർ സ്പ്രേ വെച്ചിട്ട് നല്ലൊരു കോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ആ വലിയ പോട്ടിനകത്ത് ഒരു ചെറിയ ചട്ടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിലാണ് ഈ ഒരു പാമ്പസ് ഗ്രാസ് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തണ്ട് അധികമൊന്നും ഒടിച്ച് മാറ്റിയില്ല, കുറച്ച് ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഈ ബജ്രയുടെ വെക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 ഹാൻഡിലും നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മാറ്റ് ഫിനിഷിലുള്ള ഒരു പെയിൻറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇലകളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇലകളും കൂടെ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തെടുക്കുന്നത്. ഇത് തെന്നയുടെ ഉണങ്ങിയിട്ടുള്ളതാട്ടോ. ഇതിൻ്റെ ഒപ്പം വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആർട്ടിഫിഷ്യൽ യൂക്കാലിപ്റ്റസിൻ്റെ ഇലകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെയാണ് വെക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.